ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോയാണ് ഹൗ സിമ്പിൾ. ഇസ് ഇറ്റ് വിസിബിൾ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഹൗ സിമ്പിൾ ദ പോയം റിട്ടൺ ബൈ ഹൂം ദ പോയറ്റ്. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടാണ് നിങ്ങളോടും കൂടി. P.P. Ramachandran. And P.P. Ramachandran here presents the life of a bird, and he compare the life of a bird to human life, and he says that the bird's life which is compared to human life is so simple. Human life, it's full of difficulties, and it's very contrary to the life of bird. Here in the first stanza there's a 4 line. Look at that line. It takes only a sweet little cry to let the world know that I am here. It takes only a sweet little cry. The bird makes its distinctive voice. It a sweet little cry. പക്ഷികൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് അതൊന്ന് കരയും, അത് ചിലയ്ക്കുന്നതിന്. അതിനെയാണ് ആ സ്വീറ്റ് ലിറ്റിൽ ക്രൈ എന്ന് പറയുന്നത്. It takes only a sweet little cry to let the world know that I am here. It announces the world that I am here. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എന്ത് മാത്രം മതി? എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ. ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചിലച്ചാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും ബേർഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ധാരാളം പക്ഷികൾ രാവിലെ ശബ്ദമുണ്ടാക്കാറുണ്ട്. ആ ബേർഡ് ആണ്, അല്ലെങ്കിൽ ആ ഇന്ന പക്ഷിയാണ്. കാക്കയെങ്കിൽ അത്, അല്ലെങ്കിൽ വല്ല കുരുവിയാണെങ്കിൽ അത്. ആ നെറ്റ് എല്ലാവർക്കും ഉണ്ടോ, അതോ ചിലർക്ക് മാത്രമാണ് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും? നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കണേ. നമ്മുടെ വീടിന്റെയൊക്കെ ചുറ്റിലുമുള്ള ബേർഡ്സ് അത് രാവിലെ ഇങ്ങനെ ചിലച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു പോകും. അപ്പൊ ഓരോ പക്ഷി ഓരോ ശബ്ദമുണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, വി നോ ദാറ്റ് ദർ ഇസ് എ ബേർഡ്. അത് ഇന്ന ബേർഡാണോ, ഒന്നെങ്കിൽ കാക്കയായിരിക്കും, അല്ലെങ്കിൽ കുരുവിയായിരിക്കും. ഇന്ന ടൈപ്പ് ഓഫ് ബേർഡ് ആണെന്ന് വി ക്യാൻ റിയലൈസ് ഫ്രം ഇറ്റ്സ് സൗണ്ട്. അതിന്റെ ആ ലിറ്റിൽ ക്രൈയിലൂടെ നമുക്ക് മനസ്സിലാവും. അതാണ് ആ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇറ്റ് ടേക്സ് ഓൺലി എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ഐ എം ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ മതി. നമ്മൾ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇൻ ഹ്യൂമൻ there's a lot of people living around us who were not getting their attention to the ruling class or the government. ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിലും. ഒരുപാട് ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗവൺമെന്റിനെ സമീപിക്കുന്നവരും സമരം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരെ ഒന്നും ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി കാണുന്ന പോലുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ, ഒരു ഹ്യൂമൻ ബീയിങ് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ us. നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? നമ്മുടെ ഒരു പ്രസൻസ്, എല്ലാവരും ഇവിടെ ജീവിക്കും. നമ്മളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളെ ഒന്ന് ഓർത്തിരിക്കാണ്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഗാന്ധിജിയൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചിട്ട് വർഷങ്ങളായി. സ്റ്റിൽ വി റിമെമ്പർ ഹിം ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻ. അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, a very difficult task that Gandhi lead the country towards the freedom. അപ്പം അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പക്ഷിയുടെ ജീവിതം എന്ന് പറയുന്നത് ടേക്സ് ഓൺലി എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ, ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ മതി. ആൻഡ് വി നോ ദാറ്റ് ദ ബേർഡ് ഈസ് ഹിയർ, അല്ലെങ്കിൽ ദെയർ ഓർ സംവെയർ എൽസ്. അതിവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കുക സെക്കൻഡ് സ്റ്റാൻസയിലോട്. I need only drop a mere feather to prove that I was here. ഇനി ഇവിടെ I was here, other സ്റ്റാൻസിൽ I am here. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ്
ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ നീഡ് ഒൺലി ഡ്രോപ്പ് എ മിയർ ഫെദർ. ടു ഡ്രോപ്പ് എ മിയർ ഫെദർ, ടു ലെറ്റ് ഡ്രോപ്പ് എ ഫെദർ, ഒരു തൂവലൊന്ന് പൊഴിച്ചിട്ടാൽ മതി. വെൻ സീസൺ ഓഫ് മോൾട്ടിങ്, ഈ ബേർഡിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഫെദേഴ്സ് മോൾട്ട് ചെയ്യും, പൊഴിയും, എന്നിട്ട് പുതിയ ഫെദേഴ്സ് വരും. അങ്ങനെയാണ്. അപ്പൊ പക്ഷിയുടെ ഈ തൂവൽ ഒന്ന് പൊഴിച്ച് എവിടെയെങ്കിലും വീട് ഇടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുമ്പോൾ നമ്മൾ ഈ തൂവൽ കാണും. തൂവൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുവഴി ഒരു പക്ഷി കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പക്ഷി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് ഈ ബേർഡ് പറയുന്നത്. ഐ നീഡ് ഒൺലി ഡ്രോപ്പ് എ മിയർ ഫെദർ ടു പ്രൂവ് ദാറ്റ് ഐ വാസ് ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, എന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഡ്രോപ്പ് എ മിയർ ഫെദർ. Then third, it takes only the warmth of brooding to testify that I will yet be here. ഇത് ഫ്യൂച്ചർ ടെൻസിനെ പറ്റി പറയാണ്. ആദ്യത്തെ സ്റ്റാൻസിൽ ഐ ആം ഹിയർ, സെക്കൻഡ് ഐ വാസ് ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ. ഇനി ഐ വിൽ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടാകും, ഇനിയും വരുന്ന കാലഘട്ടങ്ങളിലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പ്രൂവ് ചെയ്യാൻ, എന്ന് തെളിയിക്കാൻ ആ ബേർഡിന് എന്ത് ചെയ്താൽ മതി? ഇറ്റ് ടേക്സ് ഓൺലി ദ വാംത് ഓഫ് ബ്രൂഡിങ്. ബ്രൂഡിങ് മീൻസ് നമ്മൾ പറയാം അടയിരിക്കുക. ബേർഡ് അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ ഉണ്ടാക്കുന്നത്, പക്ഷികൾ എങ്ങനെയാണ് മുട്ടയിട്ട് ആ കൂട്ടിൽ അതിന്റെ മുകളിൽ കയറി അടയിരുത്തി അതിന്റെ ആ ചൂട് കൊടുത്തിട്ടാണ് മുട്ട പൊട്ടി അതിൽ നിന്ന് മുട്ട വിരിയിക്കുന്നത്. അങ്ങനെയാണ് അത് അടുത്ത തലമുറയെ. ഇനി ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നും അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകും, അതാണ്. അപ്പൊ ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ജനറേഷൻസ് കം ആൻഡ് സ്റ്റിൽ ബി ഹിയർ എന്ന് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഒൺലി ദ വാംത് ഓഫ് ബ്രൂഡിങ്, അടയിരുന്നതിന്റെ ചൂട്. വാംത് മീൻസ് ചൂട് അല്ലെങ്കിൽ ഹോട്ട്നെസ്. നമ്മുടെ ശരീരത്തിന് ഒരു വാംനെസ് ഉണ്ട്, ഒരു ചൂടുണ്ട്, ഒരു ഊഷ്മളതയുണ്ടെന്ന് പറഞ്ഞു. ജീവൻ പോകുമ്പോഴാണ്, മരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് തണുപ്പാകുന്നത്, തണുത്തുറഞ്ഞു പോകും, ഐസ് പോലെ. അപ്പോ ഇനിയും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ എന്ത് മാത്രം മതി? അടയിരുന്ന ആ ഒരു ചൂട് മാത്രം മതി. ഈ 3 സ്റ്റാൻസ് ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പോ ഡൗട്ട് ചോദിച്ച ആള് മനസ്സിലായോ? And last stanza, how can the birds express life in a simpler way? Poet conclude the poem and says that how can the bird express life in a simpler way? It's a question. ഈ ഒരു പോയം എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എൻഡിങ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, there is no simpler way to express life than the bird. നമ്മളോട് ചോദിക്കുന്നതാണ്, ഹൗ ക്യാൻ ദ ബേർഡ് എക്സ്പ്രസ് ലൈഫ് ഇൻ എ സിംപ്ലർ വേ? എങ്ങനെയാണ് ഇതിലും സിമ്പിൾ ആയിട്ട് ലൈഫിനെ, ബേർഡ് അതിന്റെ ജീവിതത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്കുക, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ യുവർ ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? നമ്മൾ കുറേ നേരം ഒന്ന് ആലോചിക്കുക, എങ്ങനെ നമ്മുടെ ലൈഫിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം? ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ബട്ട് ഹിയർ ദ ബേർഡ് explain its life very simply, and so the poem ends with the conclusion that poet asks to us, poet tells to us, നമ്മളോട് പറയുകയാണ് എന്ത്? and he conclude that how can the bird express life in a simpler way? ഇതിലും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പക്ഷി അതിന്റെ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? The way of the bird is seen as the best example of life. ജീവിതത്തെ അത്ര സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണാൻ പക്ഷിക്ക് മാത്രമേ കഴിയൂ, ബേർഡിന് മാത്രമേ കഴിയൂ. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. ആ ഒരു കൺക്ലൂഷനിലേക്കാണ് ആ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ കുട്ടികളെ? ഓക്കെ,
അപ്പോൾ നമുക്ക് ഇതിന്റെ ആ ഒരു എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ 1 or 2 സെന്റൻസിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് അപ് ടു ദ ആൻസർ അത് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാം. Is it visible? കാണാൻ പറ്റുന്നുണ്ടോ? Okay. These are the A part question. Answer the question in 2 or 3 sentences. 2 mark question. നമുക്ക് first question. What does the bird do to let the world know that it exists? ആ ക്വസ്റ്റിന്റെ ആൻസർ എഴുതാനായിട്ടുള്ള ഹിന്ദു അവിടെ തന്നിട്ടുണ്ട്. ലൈൻ 1 to 4, അതായത് ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്നും നമ്മൾ അതിന്റെ ആൻസർ എഴുതും. നമ്മൾ ഫസ്റ്റ് ആൻസർ ഇപ്പം പഠിച്ചിട്ട് അങ്ങോട്ട് മടക്കി വെച്ചതേ ഉള്ളൂ. What does the bird do to let the world know that it exists? ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ബേർഡ് എന്താണ് ചെയ്യുന്നത്? നോക്കുക, എന്താണ് അതിന്റെ ആൻസർ? പറഞ്ഞു. Yeah, right. It it makes a little cry. The bird produce a little cry to let the world know that it is here. അപ്പൊ അതിന്റെ ആൻസറോടെ നോട്ട് ചെയ്ത് അങ്ങ് പോവാ. ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് തൊട്ട് താഴേക്ക് ആൻസർ എഴുതുക. ഓക്കെ, the answer. What does the bird do to let the world know that it exists? The bird makes a sweet little cry. The bird makes a sweet little cry. The bird makes a sweet little cry the bird makes a sweet little cry to prove that. Bird makes a sweet little cry to prove that. It exists. Like it is here. Prove that it is here. It is here. അങ്ങനെ എഴുതുക. നോട്ട് ചെയ്തോ? കുറച്ച് സ്പീഡിൽ എഴുതണേ, നമുക്ക് അടുത്ത പോയിന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. Second question. How does the bird wish to prove that it was here? അത് സെക്കൻഡ് സ്റ്റാൻസയിലെ ക്വസ്റ്റ്യൻ ആണ്. How does the bird wish to prove that it was here? ഇവിടെ ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് ഹിയർ എന്ന് എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ബേർഡ് വിഷ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ഹിയർ? ആ, അത് ആ സെക്കൻഡ് സ്റ്റാൻസിലുണ്ട്. ഐ നീഡ് ഓൺലി ഡ്രോപ്പ് എ മിയർ ഫെദർ. യാ റൈറ്റ്, ടു പ്രൂവ് ദാറ്റ് ഐ വാസ് ഹിയർ. അപ്പം നമുക്ക് ആൻസർ എഴുതാം. ദ ബേർഡ് ഡ്രോപ്പ് എ ഫെദർ. Drop a mere feather. MERE. The bird drop a mere feather. FEATHER. Drop a mere feather to prove that it was here. Is it over? എഴുതില്ലേ? Third question. How will the bird testify that it will be here?
ഞാൻ ഇവിടെ ഉണ്ടാകും, ഇനിയും ഇവിടെ ഉണ്ടാകും എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നേ? Stanza number 3. It takes only the warmth of brooding to testify that it will be here. ഉം. ഉം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അടയിരുന്ന അതിന്റെ ആ ഒരു ആ ഒരു ചൂട്, അത് മതി. അപ്പൊ the bird can testify its presence. The bird can testify its presence. The bird can testify its presence through the warmth of brooding. Through the warmth of brooding. The bird can testify its presence through the warmth of brooding. And it shows, or it hints, and it hints that, and it hints that, and it hints that it will be here. Like a bird will be here. Bird will be here. എഴുതിയോ? Is it over? Hello? ആ, റെസ്പോണ്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓൺ ആക്കി റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദ പോയറ്റ്? എങ്ങനെയാണ് ഈ ഒരു പോയം കൺക്ലൂഡ് ചെയ്തത് ലാസ്റ്റിൽ? അതിൽ ഹിന്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. ലാസ്റ്റ് സ്റ്റാൻസയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദ പോയറ്റ്? ആ ലാസ്റ്റ് സ്റ്റാൻസിൽ ഹൗ ക്യാൻ ദ ബേർഡ് എക്സ്പ്രസ് ലൈഫ് ഇൻ എ സിംപ്ലർ വേ എന്നൊരു ക്വസ്റ്റ്യനോട് ആണ് പോയറ്റ് പോയം എൻഡ് ചെയ്തത്. ദ ആൻസർ ഈസ് വിതിൻ ദാറ്റ് ക്വസ്റ്റ്യൻ. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ആ ഒരു ആൻസർ അതിൽ തന്നെ ഉണ്ട്. ഇതിലും സിമ്പിൾ ആയിട്ട് ബേർഡ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ വേറെ ഒന്നിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ലൈഫിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നൊരു ആൻസർ അവിടെ വേണ്ടേ. അപ്പൊ നോട്ട് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, the poet concludes that concludes concludes that there is no simpler way to express life clearly. There is no simpler way to express life clearly. The full stop, next sentence. The bird explains the bird explains it life it life it life the bird explains its life in a simple and clear manner. In a simple and clear manner. In a simple and clear manner. മതി, രണ്ട് സെന്റൻസ്. in a simple and clear manner. എഴുതിയല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ.
What are the words or phrases in the poem associated with a bird? ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ phrases, that word and phrases that we can realize that the poem is speaking about bird. അപ്പോൾ പക്ഷിയുമായിട്ട് റിലേറ്റ് ചെയ്ത് the words related to birds, അത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെയാണ് ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ആ 3 സ്റ്റാൻസ എടുക്കുകയാണെങ്കിൽ, മൂന്ന് സ്റ്റാൻസയിൽ 3 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ, ബേർഡ്സ് ചെയ്യുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റാൻസയിൽ ഇറ്റ് ടേക്സ് ഓൺലി എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ഐ എം ഹിയർ. ആ സ്റ്റാൻസയിലെ സ്വീറ്റ് ലിറ്റിൽ ക്രൈ, നല്ല മധുരമായ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷിയുടെ കരച്ചിൽ എന്ന് പറയുന്നത് അത്ര മധുരം പകരുന്ന ഒന്നാണ്, കേൾക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആ സ്വീറ്റ് ലിറ്റിൽ ക്രൈ. അതുപോലെ രണ്ടാമത്തെ സ്റ്റാൻസിലെ I need only drop a mere feather to prove that I was here. But drop a feather, drop a mere feather. അത് മൂന്നാമത്തെ സ്റ്റാൻസയിൽ it takes only the warmth of brooding to testify that I will be here. അപ്പോൾ warmth of brooding, these are the 3 expression used poet. അപ്പോൾ അതിന്റെ ആൻസർ എഴുതാം. What are the words or phrases in the poem associated with a bird? എഴുതാ sweet little cry. സ്വീറ്റ് ലിറ്റിൽ ക്രൈ. ആ സ്വീറ്റ് എന്ന് എഴുതുമ്പോൾ എസ് ക്യാപിറ്റൽ ആയിരിക്കണം. സ്വീറ്റ് ലിറ്റിൽ ക്രൈ വിത്തിൻ സിംഗിൾ ഇൻവേർട്ടഡ് കോമ, then put a comma. അടുത്തത് മിയർ ഫെദർ, MERE, മിയർ ഫെദർ, FEATHER. ആ മിയർ ഫെദർ again single inverted comma. And warmth of brooding, WARMTH, warmth of brooding within single inverted comma. Warmth of brooding. These are the expression used by the poet, and it is associated with the life of a bird, Yeah, അത് എഴുതി കഴിഞ്ഞ് കാണും. എഴുതില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡ്രോപ്പിംഗ് എ മിയർ ഫെദർ ഇംപ്ലൈ? ബേർഡിൻ ആ ഒരു തൂവല് പൊഴിക്കുക, ഡ്രോപ്പ് എ മിയർ ഫെദർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എഴുതിക്കോ. ഡ്രോപ്പിംഗ് എ മിയർ ഫെദർ, dropping a mere feather, dropping a mere feather, dropping a mere feather can be seen as a, dropping a mere feather can be seen as a reference to the fact that, dropping a mere feather can be seen as a reference to the fact that reference to the fact that we need, NEED, we need to leave a mark, we need to leave a mark
we need to leave a mark of our identity, of our identity, of our identity before 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 we leave this world, before we leave, Leave, before we leave this world. നമുക്ക് ആ സെക്കൻഡ് സ്റ്റാൻസയിൽ ഉള്ള ലൈനാണത്, അല്ല ആശയമാണത്. ഡ്രോപ്പ് എ മിയർ ഫെദർ ടു പ്രൂവ് ദാറ്റ് ഐ വാസ് ഹിയർ. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ബേർഡിന്റെ ഐഡന്റിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ മെസ്സേജ് ടു അസ്, നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? മരിച്ചു പോകുന്നതിന് മുമ്പേ വി ലീവ് എ മാർക്ക് ഓഫ് അവർ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വം എന്താണോ അത്, അതിന്റെ ഒരു സിമ്പൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഒന്ന് ചെയ്യണം. അതാണ് കവി പറയുന്നത്. ഈ പക്ഷി അത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരു തൂവല് പൊഴിച്ചിടുമ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരുന്ന തലമുറയ്ക്ക് മനസ്സിലാവും. അടുത്തൊരു തലമുറ ഉണ്ടാകുമ്പോൾ, ആ ബേർഡ്സിന്റെ തലമുറ ഉണ്ടാകുമ്പോൾ, അത് കൂടിൽ വന്ന് നോക്കുമ്പോൾ, ഒരു കൂട്ടിലെ നെസ്റ്റിൽ വന്ന് നോക്കുമ്പോൾ അതിലൊരു തൂവല് കിടക്കുമ്പോൾ അത് 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 സൂചിപ്പിക്കുന്ന അതിന്റെ മുൻ തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് മനസ്സിലാവും. നമ്മളൊക്കെ മരിച്ച് കുറെ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും നമ്മളെ മറന്നുപോകും. ആ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഐഡന്റിറ്റി ഇവിടെ പേസ്റ്റ് ചെയ്യണം. അങ്ങനെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ വി ഡു സംതിങ് വാല്യുബിൾ. എന്തെങ്കിലും വിലമതിച്ച, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയത്തക്ക രീതിയിൽ യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതാണ് കവി നൽകുന്ന ഒരു 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 അഡ്വൈസ് ടു അസ് ആസ് എ റീഡർ. നമുക്കത് മനസ്സിലാക്കണം. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺട്രാസ്റ്റ് ദാറ്റ് റൺസ് വിത്ത് അസ്? ഈ പോയത്തിൽ ഈ ബേർഡിന്റെ ലൈഫിൽ നമ്മുടെ ലൈഫും തമ്മിൽ നോക്കുമ്പോൾ എന്ത് കോൺട്രാസ്റ്റ് ആണ് അല്ലെ? എന്താണ് ആ ഒരു കോൺട്രാസ്റ്റ്? അതിന് ആൻസർ ഹിയർ നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. ഇവിടെ പോയറ്റ് പ്രസന്റ് ദ ലൈഫ് ഓഫ് എ ബേർഡ്, പക്ഷിയുടെ ജീവിതമാണ് പ്രസന്റ് ചെയ്തത്. ആൻഡ് വി കമ്പയർ ദ ലൈഫ് ഓഫ് എ ബേർഡ് വിത്ത് അവർ ഓൺ. നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക. ആൻഡ് വി റിയലൈസ് ദാറ്റ് ദ ബേർഡ് ഓഫ് എ ലൈഫ്, സോറി, ദ ലൈഫ് ഓഫ് എ ബേർഡ്, അല്ലെങ്കിൽ ബേർഡ്സ് ലൈഫ് ഈസ് സോ സിമ്പിൾ കമ്പയർഡ് ടു ഹ്യൂമൻസ് ലൈഫ്, അല്ലെങ്കിൽ മാൻസ് ലൈഫ്, വിച്ച് ഈസ് കോംപ്ലക്സ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. അങ്ങനെ എഴുതാം. അപ്പോൾ ആൻസർ നോട്ട് ചെയ്യുക. 7th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് the poet says that the poet says that the poet says that the bird's life, bird apostrophe s, bird's life is different from, bird's life is different from the life of a human being, the life of a human being, life of a human being. And അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. And he compares bird's life with our own, bird's life with our own, our own, OWN, bird's life with our own.
comma, which is more complex and destructive. Which is more complex and destructive. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സും ഡിസ്ട്രക്റ്റീവുമാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയല്ലോ. യെസ്, നമുക്ക് നമ്മുടെ അടുത്ത പോയത്തിലേക്ക് പോകാം. പോയിന്റ് നമ്പർ 5, റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഈ നോട്ട്സ് ഇട്ട് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. എത്രയും വേഗം ടെക്സ്റ്റ് വാങ്ങുക. കാണാവോ? ദിസ് ഇസ് എ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പോയറ്റ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റെസ്പോണ്ട് ചെയ്യുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ എത്രയും വേഗം ടെക്സ്റ്റ് വാങ്ങണേ. ടെക്സ്റ്റ് വന്നോ എന്ന് അന്വേഷിക്കുക, ടെക്സ്റ്റ് വാങ്ങാൻ ശ്രമിക്കുക. റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ഇറ്റ്സ് എ പോയം റിട്ടൺ ബൈ ചിനുവ അച്ചേബെ. ചിനുവ അച്ചേബ്. ആ അച്ചേബിന്റെ ഒരു ലൈഫ് ഡിസ്ക്രിപ്ഷൻ ഇസ് ദയർ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സം മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ പോയറ്റ് ആൻഡ് ഹൂ റോട്ട് ദ പോയറ്റ് ആൻഡ് വാട്ട് ഈസ് ഹിസ് സ്പെഷ്യാലിറ്റി. അതൊക്കെ വി ഫൈൻഡ്, വി ട്രൈ ടു നോ. അതൊക്കെ വേണം നമ്മുടെ ആൻസർ. പറഞ്ഞല്ലോ, എസ്സേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ when we analyze a poem critically, the analysis should begin with an introduction ഓട് കൂടി തുടങ്ങണം. And the introduction, in that introductory section, we should speak about the poet and the poem. അപ്പോൾ പോയറ്റിനെ പറ്റി നമ്മൾ അറിയണം. അതിനാണ് ഈ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് ആരെഴുതി എന്ന് ചോദിക്കുമ്പോൾ ആരെഴുതിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോയം ചോദിക്കുകയാണ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ആരാണ് എഴുതിയത്? ഹൂ ഈസ് ദ പോയറ്റ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ഹൗ സിമ്പിൾ പോയം റിട്ടൺ ബൈ ടി.പി. രാമചന്ദ്രൻ. രണ്ടുപേരും മലയാളീസ് ആയിരുന്നു, ഫ്രം കേരള. കമലദാസ് ആൻഡ് ടി.പി. രാമചന്ദ്രൻ. ഇനി നമ്മളൊരു ഫോറിൻ റൈറ്ററെ പഠിക്കുകയാണ്, ചിനു അച്ചേബ്. ചിനു അച്ചേബ്, a Nigerian novelist, poet, and critic, became famous with the publication of his first novel, Things Fall Apart, in 1958. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ എഴുതിയില്ല അല്ലെങ്കിൽ ഓർത്തിരുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സെന്റൻസ് എങ്കിലും ഓർത്തിരിക്കുക. ചിനു അച്ചേബ്, എ നൈജീരിയൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ക്രിട്ടിക്. അത്രയെങ്കിലും ഓർത്തിരിക്കണം. ഓക്കെ, നൈജീരിയൻ നോവലിസ്റ്റ്, poet and critic, and he became famous with the publication of his first novel, Things Fall Apart. ഒരുപാട് പേര് വായിച്ചിട്ടുള്ള, പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നോവലാണ് ഈ തിങ്സ് ഫോൾ അപ്പാർട്ട്. ഓക്കെ, അപ്പൊ അച്ചേബിന്റെ നാഷണാലിറ്റി എന്താണ്? എവിടെയുള്ള ആളാണ് അദ്ദേഹം? പറഞ്ഞേ, എവിടെയുള്ള ആളാണ്? നൈജീരിയ. എവിടെയാണ്? നൈജീരിയ. അപ്പൊ he was a Nigerian poet, novelist and critic. Poet, novelist and critic. അപ്പോൾ പ്രശസ്തനായ നൈജീരിയൻ കവിയും നോവലിസ്റ്റും
ക്രിട്ടിക്കും ഒക്കെയാണ്. ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ആരാ? നിരൂപകൻ ചിനു അച്ഛൻ. തീർന്നില്ല, കണ്ടിന്യൂ. ഹിസ് he became famous with his first publication of his novel. Publication of his first novel, Things Fall Apart. ആ നോവലിന്റെ പേരാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് ആണ് അദ്ദേഹത്തെ കുറച്ചുകൂടെ ഫെയിം ആക്കിയത്. അച്ചീവ് has compared Africa's colonial past with its pre-colonial tribal past. The novel is written in English. അത് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞ് പോയാൽ മതി. ഈ ഒരു പോയമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ ഈ നോവൽ is written in English, but the language is interwoven with proverbs from the Igbo oral tradition. Igbo community, നൈജീരിയയിലെ, ആഫ്രിക്കയിലെ നൈജീരിയയിലെ ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലാണ് ചിനു അച്യൂബ് ജനിച്ചത്. അപ്പൊ ഈ നോവൽ ഇംഗ്ലീഷിലാണ്. ദോ ദ നോവൽ വാസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിൽ പോലും ദ ലാംഗ്വേജ് ഇസ് ഇന്റർവോവൻ വിത്ത് പ്രോവർബ് ഫ്രം ഇഗ്ബോ ഓറൽ ട്രഡീഷൻ. ആ ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലെ കുറെ പ്രോവർബ്സ്, അവരുടെ വാക്കുകൾ, അവരുടെ പഴഞ്ചൊല്ലും, അതിൽ നിന്ന് കുറച്ച് വേർഡ്സുകളൊക്കെ എടുത്ത് മിക്സ് ചെയ്താണ്, ഇന്റർവോവൻ, ഇംഗ്ലീഷും ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലെ വേർഡ്സും കൂടെ എടുത്തിട്ടാണ് ഈ ഒരു നോവൽ കമ്പോസ് ചെയ്തിട്ടുള്ളത്. Achebe has written a number of novels, short stories, poems, and critical essays highlighting the clash of Western and African value. അപ്പൊ ധാരാളം പോയംസ്, നോവൽസ്, ഷോർട്ട് സ്റ്റോറി, എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആ റൈറ്റിംഗ്സിലെല്ലാം എന്തിനെ പറ്റിയാണ് പുള്ളി പറയുന്നത്? ഹൈലൈറ്റിംഗ് ദ ക്ലാഷ് ഓഫ് വെസ്റ്റേൺ ആൻഡ് ആഫ്രിക്കൻ വാല്യൂ. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. He speaks about, അല്ലെങ്കിൽ through his writing he speaks about the clash of Western and African values. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, ചിനു അച്ചേബ്, നൈജീരിയൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ക്രിട്ടിക്, and his first novel Things Fall Apart, and through the publication of this novel he became very famous. And his writing style, through his writing he present the clash of Western and African values. അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക. Through his writing he presents the clash of Western and African values. അത്ര ഓക്കെ ആണല്ലോ? Done. മനസ്സിലാവുന്നോ മക്കളെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സിന്റെ എക്സാമ്പിൾ ആണ്. ജസ്റ്റ് എല്ലാം ഒന്നും നമ്മൾ ഓർത്തിരിക്കില്ല. നോക്കുക. ഹിസ് വർക്ക്സ് എയിംസ് അറ്റ് റിവൈവിംഗ് ദ ആഫ്രിക്കൻ കൾച്ചറൽ റിച്ച്നെസ്. അപ്പോൾ ആഫ്രിക്കയുടെ ഒരു ആഫ്രിക്കൻ ട്രഡീഷന്റെ ആ ഒരു അവരുടെ ഒരു സമ്പന്നമായ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. കൊളനൈസേഷൻ ടൈമിന് മുമ്പേ ഫോറിൻ കൺട്രി വന്ന് അവരുടെ രാജ്യത്തേക്ക് ഇൻവൈഡ് ചെയ്ത് അതിക്രമിച്ച് കയറി അവരെ ഭരിച്ച് അവരുടെ കൾച്ചറിനെയൊക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ പറയുകയാണെങ്കിൽ നശിപ്പിച്ചു. അപ്പോൾ ആ ഒരു പഴയ ആഫ്രിക്കൻ കൾച്ചറിന്റെ റിച്ച്നെസ്സിനെ വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ അദ്ദേഹം ശ്രമിച്ചത്. ഹിസ് മേജർ നോവൽസ് ആർ No Longer at Ease, Arrow of God, A Man of People, The Anthills of Savannah. These are the examples of his other famous novels. അതെല്ലാം ഒന്നും നമ്മൾ ഓർത്തിരിക്കില്ല. ഓർത്തിരുന്ന് എഴുതാമെങ്കിൽ നല്ലത്. തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന വർക്ക് മറക്കരുത്. No Longer at Ease, Arrow of God, A Man of the People, and Anthills of the Savannah are some of the example of famous novel. And then some of the short story collection include Marriage is a Private Affair, Dead Men's Path, The Sacrificial Egg and Other Stories, Civil Peace, Girls at War and Other Stories, and the Heinemann Book of Contemporary African Short Stories. These are the example of short stories. And Chinu Achib's poetry collections include, ആദ്യം നോവൽ പറഞ്ഞു, രണ്ടാമത് സ്റ്റോറിയുടെ കളക്ഷൻ ഓഫ് സ്റ്റോറീസിന്റെ ടൈറ്റിൽ പറഞ്ഞു, ഇനി കളക്ഷൻ ഓഫ് പോയംസ്, ഇതിന്റെ ടൈറ്റിലാണ് ബിവെയർ, സോൾ ബ്രദർ ആൻഡ് അതർ പോയംസ്. അതൊരു കളക്ഷന്റെ പേരാണ്, ബിവെയർ, സോൾ ബ്രദർ ആൻഡ് അതർ പോയം. ദെൻ Don't Let Him Die,
an anthology of memorial poems of Christopher Okigbo. അത് അടുത്തൊരു കളക്ഷൻ്റെ പേരാണ്. Then Another Africa, 1988, are example of poetry collection. His published essays, work of criticism, non-fiction, lecture, and political commentaries include അദ്ദേഹത്തിന്റെ essaysന്റെ ടൈറ്റിലാണ് The Novelist as Teacher, An Image of Africa, Racism in Conrad's Heart of Darkness. അതും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വർക്കാണ്. ജോസഫ് കോൺറാഡിന്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന നോവൽ അത് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ഈ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. പക്ഷെ ഷിനു അച്ചീബാണ് അതിലൊരു റേസിസ്റ്റ് എലമെന്റ് ഈസ് ദയർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വർണ്ണവിവേചനം ആ വർക്കിലുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഷിനു അച്ചീബാണ്. And Morning Yet on Creation Day, The Trouble with British Protected Child, and There Was a Country, A Personal History of Biafra, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ എസ്സേസിന്റെ ടൈറ്റിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ടൈറ്റിൽ ഒന്നും ഒരിക്കലും നമ്മൾ ഓർത്തിരുന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ യു ഷുഡ് റൈറ്റ് Chinua Achebe, the poem Refugee Mother and Child, written by Chinua Achebe, and he is a Nigerian novelist, poet and critic, and he became famous with the publication of his first novel, Things Fall Apart. Okay, and പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Through his writing, Achebe എന്തിനാണ് ശ്രമിക്കുന്നത്? Through his writing, Achebe highlight the clash of Western and African values. ആ ഒരു ക്ലാഷിനെയാണ്, വെസ്റ്റേൺ അല്ലെങ്കിൽ ആഫ്രിക്കൻ വാല്യൂസിന്റെ ആ ഒരു ക്ലാഷിങ്ങിനെയാണ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്ങിലൂടെ